നമസ്കാരം. നമ്മുടെ നാട്ടിലെ ദൈവങ്ങൾ വരെ വേട്ടക്കാരനോടൊപ്പമാണോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. കാര്യം, നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്നതിന് ശേഷം ആദ്യമായിട്ട് ആ കേസിൽ വേട്ടക്കാരനായി ആരോപിക്കപ്പെട്ടിരുന്ന ദിലീപ് എന്ന നടന്റെ ആദ്യ പ്രതികരണം കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിപ്പോയത്. സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. കേട്ടല്ലോ, ദൈവത്തിന് നന്ദി അത്രേ. ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ദൈവങ്ങളൊക്കെ ചില സമയത്ത് കോമഡിയാണെന്ന് പറയേണ്ടി വരുന്നത്. ആക്രമിക്കപ്പെട്ടവനല്ല, പണവും സ്വാധീനവുമുള്ള അക്രമിക്കൊപ്പം നിൽക്കുമ്പോഴാണ് ദൈവത്തിനൊക്കെ എന്ത് നീതിയാണെന്ന് ചോദിച്ചു പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലാകമാനം വലിയ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ് നടി ആക്രമിക്കപ്പെട്ട കേസ്. അതായത് റേപ്പ് കൊട്ടേഷൻ അരങ്ങേറി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒരു പക വീട്ടിയത്. എന്തായിരുന്നു ആ പകയ്ക്ക് കാരണം? ഈ രണ്ടുപേരും ഒരേ ഇൻഡസ്ട്രിയിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഒപ്പം ഇദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള മഞ്ജു വാര്യർ, മുൻ ഭാര്യ, ഇപ്പോഴത്തെ അല്ല, മുൻ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യർ, ഇവരെല്ലാം ഒരേ ഇൻഡസ്ട്രിയിൽ, സിനിമാ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. ഇവർ ഒരുമിച്ച് ഒരു ഗൾഫ് ഷോയ്ക്ക് പോവുകയാണ്. അത് ദിലീപ് വിവാഹം കഴിച്ചതിന് ശേഷം മഞ്ജു വാര്യർ പിന്നെ ഫീൽഡ് ഔട്ട് ആവുകയാണ്. അവർ പിന്നെ മെയിൻ സ്ട്രീമിലേ ഇല്ല. അവർ പിന്നെ വീട്ടിലൊരു കുടുംബിനിയായിട്ട് ഒതുങ്ങിക്കഴിയാണ്. ആ ഇടയ്ക്കാണ് ഭാവന മെയിൻ സ്ട്രീമിലേക്ക് വരുന്നു. ഭാവനയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ആ ഒരു ക്രൂ ഒരുമിച്ച് വിദേശത്ത് ഒരു ഗൾഫ് ഷോയ്ക്ക് പോവുകയാണ്. ഈ ഗൾഫ് ഷോയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിന്റെ മൂല കാരണം, അല്ലെങ്കിൽ മുഖ്യ കാരണമെന്നാണ് പോലീസ് സംഘം തന്നെ പറയുന്നത്. അതായത് ഈ ഷോയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ രാത്രി അവിചാരിതമായിട്ട് ഈ ആക്രമിക്കപ്പെട്ട നടി ദിലീപ് കാവ്യ മാധവന്റെ മുറിയിൽ പോകുന്ന കാണുകയാണ്. അത് അവർക്ക് അസ്വാഭാവികമായി തോന്നി. ആ അസ്വാഭാവികത സ്വന്തം സുഹൃത്തു കൂടിയായിട്ടുള്ള ഇതേ നടന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യറുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയാൽ ആ സുഹൃത്തിനോട് ആത്മബന്ധമുള്ളത് കൊണ്ട് അത് ശരിയല്ല, ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നുണ്ട്, അത് ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം പറയുന്നത് സ്വാഭാവികം. അത് ദിലീപിന്റെ കുടുംബത്തിനകത്ത് വലിയ പ്രശ്നം സൃഷ്ടിക്കുകയാണ്. ഇത് എന്താണ് ആക്രമിക്കപ്പെട്ട നടി ചെയ്ത തെറ്റെന്ന് ചോദിച്ചാൽ, ഇത്തരം കാഴ്ചകൾ കണ്ടാൽ മിണ്ടാതിരുന്നോളണം. മിണ്ടാതിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങളെപ്പോലെ പണവും സ്വാധീനവും അധികാരവും ഒക്കെ ഉള്ളവർ എന്ത് ചെയ്യും? ആക്രമിക്കപ്പെടും. എന്നിട്ട് പുഷ്പം പോലെ ഊരിപ്പോകുമെന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എന്തായാലും കേരളം ഞെട്ടിയൊരു സംഭവമാണ്. കൊച്ചി പോലൊരു നഗരത്തിൽ വെച്ചിട്ട് ഓടുന്ന വാഹനത്തിലിട്ട് ഒരു പ്രമുഖയായിട്ടുള്ള സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുകയാണ്. അതും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറെ പേർ വന്ന് ആ സ്ത്രീയെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നതിന് ഒരു ഛേദോ വികാരവുമില്ല. അവരുടെ മാത്രം പകയാണ് എന്ന രീതിയിലേക്ക് അതിനെ ചിത്രീകരിക്കുകയും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആ കേസിനെ കൊണ്ട് ചെന്നെത്തിച്ച ഇവിടുത്തെ സംവിധാനങ്ങളോട് ഒരുപക്ഷെ നാളുകളിൽ ഈ കേസിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് അറിയുമ്പോൾ ആൾക്കാർ പുച്ഛിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആ കേസിലെ മുഖ്യപ്രതിയാണ് ദിലീപാണ് കൊട്ടേഷൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത്. ഈ നാട് ആരുമല്ല. ആ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള വ്യക്തിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോഴാണ് അന്വേഷണം ദിലീപിലേക്ക് പോകുന്നത്. പൾസർ സുനിയിൽ അവസാനിച്ച ആ കേസ് പിന്നീട് ജയിലിൽ നിന്നുള്ള കത്തിടപാടുകളും നേരത്തെ കൊടുക്കാമെന്ന് പറഞ്ഞ പണ ഇടപാടുകളിലൊക്കെ എന്തൊക്കെയോ തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ പേരിലാണ് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. പിന്നീട് പലകുറി അതിനെ സംബന്ധിച്ച് പല വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വന്നതാണ്. പക്ഷേ പിന്നീട് ആ കേസിന്റെ വിചാരണ കാലഘട്ടത്തിൽ പോലും ഈ നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ആ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച വീഡിയോ വരെ ചോർന്നു പോകുന്നുണ്ടെങ്കിൽ ആ പ്രതിയാക്കപ്പെട്ട വ്യക്തിയിൽ ഏതെങ്കിലും ഒരാൾക്ക് അത്രയും സ്വാധീനമുണ്ടോ? കോടതിയുടെ പക്കലുണ്ടായിരുന്ന വീഡിയോ പോലും പുറത്തേക്ക് പകർത്തി എന്ന് പറയുമ്പോൾ ആരുടെ സ്വാധീനം കൊണ്ടാണ്? പൾസർ സുനിയുടെയോ മാർട്ടിന്റെ സ്വാധീനം കൊണ്ടാണോ? അല്ലല്ലോ. അപ്പോ ഇത്രയും വലിയ സംഭവവികാസങ്ങൾ അരങ്ങേറി. ഇരയാക്കപ്പെട്ട സ്ത്രീ തന്നെ വിചാരണ വേളയിലെ അടച്ചിട്ട മുറിയിലെ സംഭാഷണങ്ങളും ചോദ്യങ്ങളും അത് തനിക്കൊരിക്കലും നീതി കിട്ടില്ല, തന്നെ അവഹേളിക്കുന്ന തരത്തിലാണ് പല കാര്യങ്ങളും അരങ്ങേറി എന്നുള്ള അഭിപ്രായവും പരാതിയും ഉന്നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാടിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം ആരാണോ ആക്രമിക്കപ്പെട്ടവർ അവർക്കൊപ്പം നിൽക്കുക തന്നെയാണ്. ആ ആക്രമിക്കപ്പെട്ട വ്യക്തിക്ക് ഉറപ്പുണ്ട് അത് ചെയ്തതിന് പിന്നിൽ ഈ നാട്ടിലെ പ്രമുഖ നടനായിട്ടുള്ള ദിലീപ് ഉണ്ടെന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പേരിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആ ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരയാക്കപ്പെടുന്നവർക്കൊപ്പം നിലകൊള്ളേണ്ടത് ഈ നാട്ടിൽ നീതിയിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ ഉത്തരവാദിത്തമാണ്. സെലിബ്രിറ്റി, പണം, ജാതിയൊക്കെ നോക്കിയിട്ട് ചിലർ ദിലീപിനെ വാഴ്ത്തുപാട്ട് പാടുന്നുണ്ട്. ദിലീപിന്റെ പണമുള്ളത് കൊണ്ടും പ്രശസ്തി ഉള്ളത് കൊണ്ടും ചേർന്ന് നിന്നാൽ അദ്ദേഹത്തിന്റെ പ്രീതിക്ക് പാത്രമാകാമെന്ന് കരുതുന്നവരുണ്ട്. അതിനപ്പുറത്തേക്കും നമ്മുടെ നാട്ടിൽ പണവും അധികാരവും സ്വാധീനവും ഉണ്ടെങ്കിൽ ആർക്കും എന്തും സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ള ഒരു പൊതു പ്രചരണ രീതിയുണ്ട്, അല്ലെങ്കിൽ ഒരു പൊതു അഭിപ്രായമുണ്ട്. അത് കൃത്യമായി തെളിയിക്കപ്പെട്ട ഒരു സംഭവമാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് എന്ന് പറയുകയാണ്. ആ കേസ് ജയിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് നന്ദി എന്ന് പറയുമ്പോൾ ദൈവം വേട്ടക്കാരനോടൊപ്പമാണോ? നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീക്ക് ഒപ്പമില്ലാത്ത ദൈവം ഏത് നീതി ലഭിക്കാത്ത മനുഷ്യരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള അത്ഭുതം കൂടി ഉണ്ടാവുകയാണ്. കാര്യം ആ വാചകം തുടക്കത്തിൽ കേൾപ്പിച്ചതുപോലെ
ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ ദൈവത്തിന് നന്ദി എന്ന് ആദ്യം പറയുമ്പോൾ ദൈവത്തിനല്ല നന്ദി പറയേണ്ടത്. അതിനുവേണ്ടി അവസരം ഉണ്ടാക്കി കൊടുത്ത, അതിനുവേണ്ടി ഒപ്പം നിന്ന പണവും പ്രശസ്തിയും, ഏറ്റവും ഒടുവിൽ എന്ത് പറയുന്നു, BJPക്ക് വേണ്ടി മത്സരിക്കുന്ന DGP ആയിട്ടുള്ള ഒരു വനിത തന്നെ പുറത്തിറങ്ങിയിട്ട് ദിലീപിനെ സംരക്ഷിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ ഈ സമൂഹത്തിലെ സ്വാധീനം, അതിൽ പണമുണ്ട്, പ്രശസ്തിയുണ്ട്, ജാതിയുണ്ട്. ആ ജാതിപരമായിട്ടുള്ള കോക്കസിന്റെ പ്രവർത്തനം കൂടിയാണ് ഇങ്ങനെ ഒരു വിധി അതിൽ വന്നു എന്ന് സ്വാഭാവികമായി നാട്ടിലുള്ളവർ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അതിന് ആരൊക്കെ വഴങ്ങിക്കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ കാലത്തിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു വേട്ടക്കാരൻ ഒരു തവണ രക്ഷപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സിസ്റ്റത്തിന്റെ നടുവിൽ നിന്ന് ആ മനുഷ്യരെ സ്വാധീനിച്ച് കടന്നു പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെന്ന നീചനാൽ ആക്രമിക്കപ്പെട്ട സ്ത്രീക്ക് അവരൊഴുക്കിയ കണ്ണീരിന്, അവരനുഭവിച്ച മാനസിക വിഷമത്തിന്, അതിന് ഒരു നാൾ നിങ്ങൾ കാലത്തിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ.